من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو بكل شيء عليم وأشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه سراجا وقمرا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ സർവലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ നിഖില മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാമേവരെയും അവന്റെ യഥാർത്ഥ മുവഹിദുകളുടെ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നാം ഓരോരുത്തർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ വസ്ത്രം, ഇതെല്ലാം മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ നമുക്കതിന് സാധ്യമാവുകയില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നു. ആ അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹങ്ങളിലെ ഒരു അനുഗ്രഹമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന നാവ്. നിങ്ങൾ ഓരോരുത്തരും ദിവസേന പല സാഹചര്യങ്ങളിൽ പല ഉപയോഗത്തിന് ഉപയോഗിക്കാറുള്ള നമ്മുടെ നാവ്. ആ നാവിനെ കുറിച്ച് ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, വഹൽ യകുബ്ബൻ നാസു ഫിന്നാരി അലാ ഉഖ്ബിറുകും ബിമലാകി ദാലിക കുല്ലി. മുആദ്, പരിശുദ്ധ ഇസ്ലാമിന്റെ സത്ത ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് പുറത്തേക്കിട്ട് അത് കൈകൊണ്ട് പിടിച്ച് റസൂൽ അവിടുന്ന് പറയുകയാണ്, فأخذ رسول الله صلى الله عليه وسلم بلسانه فقال كف عليك هذا. നീ നാവിനെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, പിടിച്ചു വെക്കുക. അങ്ങനെയാണ് എങ്കിൽ നിനക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. നമ്മളൊക്കെ ഇന്ന് ആലോചിക്കുന്നത് പോലെ ആലോചിച്ചുകൊണ്ട് പ്രവാചകന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഹൽ യകുബ്ബൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുവാൻ കാരണമായത് അവരുടെ നാവ് ചെയ്തതിന്റെ ഫലമായിട്ടല്ലാതെ മറ്റെന്താണ്? അതെ, ആളുകൾ അത്രയും നരകത്തിലേക്ക് എത്തുവാൻ കാരണം അവരുടെ നാവുകളൊന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളും നിരന്തരം കേൾക്കുന്ന ഒരു വചനം, എല്ലാവരും വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ നേരായ വാക്ക് പറയുക. അങ്ങനെയെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ലതാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുകയും ചെയ്യും. ومن يطع الله ورسوله فقد فاز فوزا عظيما. ആര് അല്ലാഹുവെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചുവോ അവൻ വിജയിച്ചു എന്ന് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചു, ഇന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം എണീറ്റ് ഈ സമയം ഉച്ചയായ ഈ സമയത്തിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരമെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ഖൗലൻ സദീദയായിരുന്നു, നേരായ വാക്കുകളായിരുന്നു, നമ്മുടെ ജീവിതത്തിനും ആഖിറത്തിനും വേണ്ടി ഉപകരിക്കുന്ന വാചകങ്ങളായിരുന്നു. എല്ലാം നമ്മുടെ സഹോദരനെ കുറ്റപ്പെടുത്തുവാൻ, അവൻ കഴിഞ്ഞ ദിവസം അവൻ അറിയാതെ ചെയ്തു പോയ ഒരു കുറ്റം ആളുകൾക്ക് മുമ്പിൽ എടുത്തു പറയുവാനായിരുന്നു നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിച്ചത്. എല്ലാം നമ്മൾ എവിടെയെങ്കിലും കണ്ട ഒരു വൃത്തിഹീനമായ ഒരു കാഴ്ചയെ കുറിച്ച് നാലാളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിനായിരുന്നുവോ നമ്മുടെ നാവിനെ ഉപയോഗിച്ചത്? അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തസ്ബീഹും തഹ്ലീലും തഹ്മീദും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ബഖറയും ഒക്കെ പാരായണം ചെയ്യുവാനായിരുന്നുവോ നമ്മുടെ നാവുകളെ ഉപയോഗിച്ചത് എന്ന് ഓരോ ആളുകളും ഈ ദിവസത്തെ കാര്യം മാത്രം ഒന്നാലോചിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തരുന്നൊരു വാക്കുണ്ട്, മൻ യദ്മനു ലീ മാ ബൈന ലിഹ്യതി വമാ ബൈന റിജ്ലൈ അദ്മനു ലഹുൽ ജന്ന. ആരെങ്കിലും അവന്റെ രണ്ട് വായകൾക്കിടയിലുള്ളതും അവന്റെ രണ്ട് കാലുകൾക്കിടയിലുമുള്ളതുമായ എല്ലില്ലാത്ത ആ രണ്ട് വസ്തുക്കളെ ആരെങ്കിലും സംരക്ഷിക്കുകയാണ് എങ്കിൽ, സൂക്ഷിക്കുകയാണ് എങ്കിൽ ഞാൻ അവന് സ്വർഗം ഉറപ്പു നൽകാമെന്ന് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. എത്ര ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് ശ്രദ്ധിക്കുവാൻ, സൂക്ഷിക്കുവാൻ വളരെ പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നാലാള് കൂടുമ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങും, അവൻ ഇന്നലെ അവിടെ ഞങ്ങൾ പോയപ്പോ ഇന്ന രീതിയിലുള്ള ഇന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ യാത്ര പോയപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ അബദ്ധവശാൽ ചെയ്തു പോയ ഒരു കുറ്റം നാലാളുകൾക്ക് മുമ്പിലിട്ട് അവരെ ഒന്ന് വഷളാക്കുവാൻ, അവന്റെ മാനത്തിന് ഒരു മുറിവേൽപ്പിക്കുവാൻ നമുക്ക് നല്ല രസമാണ്. അവൻ അവിടെ നിന്ന് പരുങ്ങുന്ന കാണുമ്പോ നാലാളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ എടുത്തു വെച്ച് അവനെ ആക്ഷേപിച്ച് അവനെ കുറ്റപ്പെടുത്തി അവനെ കളിയാക്കി അവന്റെ മനസ്സിന് ഹൃദയ മുറിവേൽപ്പിക്കുവാൻ നല്ല രസമാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും നല്ല സുഹൃത്തിന്റെ ക്വാളിറ്റിയായി പറയുന്നത് നാലാള് കൂടുമ്പോ പരസ്പരം തമാശയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ആയ സുഹൃത്തുക്കളുമാണ്. ഏറ്റവും നല്ല നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതുകൊണ്ടാണ് അവൻ നിന്നെ അങ്ങനെ ആക്ഷേപിക്കുന്നത്, കുറ്റം പറയുന്നത്. എല്ലാ അത്തരത്തിലുള്ള ആളുകളല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്, അവന്റെ മനസ്സിന്, അവന്റെ ആത്മാഭിമാനത്തിന് ഒരു കോട്ടം വരാതെ കാത്തു സംരക്ഷിക്കുന്നവരാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണെന്ന് അഭിമാനിക്കുന്ന, 5 വക്ത് പള്ളിയിലൊന്ന് നമസ്കരിക്കുന്ന മുസ്ലിങ്ങളാണല്ലേ.
അതിന്റെ പേരിൽ ആത്മാഭിമാനം കൊള്ളുന്നവരാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുസ്ലിം എന്നാൽ ആരാണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്നാൽ അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും മറ്റൊരു മുസ്ലിം സംരക്ഷിക്കപ്പെട്ടുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം. അഥവാ ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ എന്നെ കൊണ്ട് മാനസികമായോ ശാരീരികമായോ ഒരു പ്രയാസവും ഒരു ഘട്ടത്തിലും നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക് ഉണ്ടാകുവാൻ പാടില്ല. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ, ഞാൻ കണ്ടൊരു കാഴ്ച അവനെ കുറിച്ച് അവന്റെ വീട്ടുകാരോട് അല്ല അവന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതിന്റെ പേരിൽ അവനൊരു പ്രയാസം ഉണ്ടാവില്ല. അതേപോലെ എന്റെ കൈകൊണ്ട് ഞാൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവനൊരു പ്രയാസവും ഉണ്ടാകാതിരിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അത്തരത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം സുഹൃത്തുക്കളുമായി അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു പീടികക്കോനായിൽ ഒരുമിച്ച് കൂടിയപ്പോ നമ്മളെ സുഹൃത്തിനെ നമ്മൾ കളിയാക്കിയിട്ടില്ലേ? അവൻ ഇഷ്ടമില്ലാത്ത വാക്കുകൊണ്ട് അവനെ വിളിച്ചിട്ടില്ലേ? ഇല്ലേ? പലപ്പോഴും ഇത് തന്നെയല്ലേ നാലാള് കൂടുമ്പോ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കാറുള്ളത്. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയെ കുറിച്ച് ഒരു ചെറുതായ ഒരു വാക്ക് പറഞ്ഞു, കുറിയവൾ. അവള് കുറിയവളല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് വീണുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവക്കുവാൻ തുടങ്ങി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ പറഞ്ഞ വാക്ക് അത് കടലിലെ വെള്ളത്തിൽ മുക്കിയാൽ ആ കടലിലെ വെള്ളം മുഴുവൻ കലങ്ങും. അത്രമാത്രം കടുപ്പമേറിയതാണത്. ഒരു കുറിയവൾ. നമ്മൾ എത്ര ആളുകളെ കറുപ്പിന്റെ പേരിൽ, അവൻ നീളം കുറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും വൈകല്യമുള്ളതിന്റെ പേരിൽ, അവന്റെ കണ്ണ് കോങ്കണ്ണായതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ അള്ളാഹു നൽകിയ വല്ല വൈകല്യത്തിന്റെ പേരിൽ നമ്മൾ എത്ര ആളുകളെ ആ പേര് വിളിച്ച് ആ വൈകല്യം വിളിച്ച് നമ്മൾ ആക്ഷേപിക്കാറുണ്ട്. നമുക്കതൊക്കെ ഒരു രസമാണ്. അള്ളാഹു അവന് നൽകിയിട്ടുള്ള രൂപമാണ്. അവന്റെ തെറ്റുകൊണ്ട് വന്നതല്ല. അള്ളാഹു അവൻ അനുഗ്രഹമായി നൽകിയ, അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് നൽകിയ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ആക്ഷേപിച്ചപ്പോ, ഒന്ന് കുറിയവളെന്ന് പറഞ്ഞപ്പോ, കടലിലെ നുരയേക്കാൾ ഭയാനകരമായ ഒരു വാക്കാണ് നീ പറഞ്ഞതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ നമ്മുടെ നാവിൽ നിന്നൊക്കെ വരുന്ന വചനങ്ങൾ എത്രമാത്രം കടുപ്പമേറിയതാണ്, എത്രമാത്രം ഗംഭീരമുള്ളതാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അന്ത്യദിനത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ ഉണ്ടായിരിക്കട്ടെ. സംസാരിക്കാതിരുന്നതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. മാ നദിംതു അലാ സുകൂതി മർറതൻ, ചിലയിടത്ത് ഞാൻ മിണ്ടാതിരുന്നതിന്റെ പേരിൽ ഒരിക്കലും ഞാൻ ഖേദിക്കേണ്ടി വന്നിട്ടില്ല. വലാകിൻ നദിംതു അലൽ കലാമി മിറാറൻ, എന്നാൽ ഞാൻ പലയിടത്തും അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ, ഞാൻ സംസാരിച്ചു പോയതിന്റെ പേരിൽ പലപ്പോഴും ഞാൻ ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മൾ സംസാരിക്കേണ്ടാതിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറി അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് ഖേദിച്ചിട്ടില്ലേ, ദുഃഖിച്ചിട്ടില്ലേ? നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃക എന്നുള്ളത് സംസാരം അത് കുറക്കുക, നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക, എല്ലാ ഇടങ്ങളിൽ മിണ്ടാതിരിക്കുക. അതാണ് നമുക്ക് സ്വർഗം കരസ്ഥമാക്കുവാനുള്ള
ഏറ്റവും നല്ലതായ മാർഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു ഖതായ ഇബ്നി ആദം ഫി ലിസാനിഹി. ആദമിന്റെ മക്കൾ ഏറ്റവും അധികം തെറ്റ് ചെയ്യുന്നത് അവരുടെ നാവുകൾ കൊണ്ടാണ്. സഹോദരന്മാരെ, അത്ര ഗൗരവമേറിയ, അത്രയും ഗൗരവം കൂടി നാം കാണേണ്ട, ഇസ്ലാം അത്ര ശ്രദ്ധിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരവയവമാണ് നമ്മുടെ നാവും നമ്മുടെ ഒറ്റ അവയവവും. ആ നാവിനെ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ വാരിക്കൂട്ടുവാൻ പരിശ്രമിക്കുന്നവരാണ്. പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്ത്, പള്ളിയുടെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി സ്വതക്കകൾ നൽകി, രോഗിയായവരെ ശുശ്രൂഷിച്ച്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത്, അവർക്ക് വേണ്ട നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്രയാണോ വേണ്ടത് അത് കൊടുത്ത് സഹായിക്കുവാൻ സന്നദ്ധരാണ്. റമദാനിനെ കാത്തു നിൽക്കുകയാണ്, റമദാനിൽ വന്നിട്ടൊന്ന് നോമ്പെടുക്കുവാൻ, 5 വക്ത നമസ്കാരങ്ങൾ അത് കൃത്യമായി നമസ്കരിച്ച് സ്വർഗത്തിൽ ഉന്നതമായ പദവി കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ഈ നാവെന്ന ഒറ്റ അവയവം കൊണ്ട്, എല്ലില്ലാത്ത ഈ ഒരു അവയവം കൊണ്ടൊന്ന് മാത്രം നഷ്ടപ്പെട്ടു, ഇല്ലാതെയായിരിക്കും. ഒരിക്കൽ സ്വഹാബത്ത് പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാനത്തുൻ തഖൂമുൽ ലൈല. ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീ രാത്രിയിൽ ഒരുപാട് സമയം നിന്ന് നമസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ്. പകലില് നോമ്പെടുക്കുന്നവളാണ്. അവള് ധാരാളമായി സ്വതക്ക നൽകുന്നവളാണ്. എന്നാൽ പക്ഷേ അവള് അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ കുറിച്ച് കുറ്റം പറയുന്നവളാണ്. ഈ കുറ്റമൊക്കെ പറയുമ്പോ പലപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിലുള്ളൊരു ന്യായം, അത് ഞാൻ അവളെ കുറിച്ച്, അവള് ചെയ്ത കാര്യമല്ല പറയുന്നത്, അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഞാൻ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗീബത്ത് എന്താണെന്നാണ് അറിയുക? അള്ളാഹുവിന്റെ റസൂലിനാണ് അറിയാവുന്നത്. എന്നിട്ട് റസൂൽ പറഞ്ഞെടുക്കാണ്, നിന്റെ സഹോദരനെ, നിന്റെ സഹോദരിയെ കുറിച്ച് അവൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാനാണ് ഗീബത്ത്. അപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഞാൻ പറയുന്ന വിഷയം അവളിൽ ഉള്ളതാണെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളിൽ ഉള്ള കാര്യമാണെങ്കിൽ നീ അയാളെ കുറിച്ച് ഗീബത്ത് പറ. അല്ല, അവിടെ ഇല്ലാത്ത കാര്യമാണ് നീ പറയുന്നത് എങ്കിൽ നീ അവളെ കുറിച്ച് കളവ് പറഞ്ഞു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗീബത്തിനെ കുറിച്ച് പഠിപ്പിച്ചായി കാണാൻ സാധിക്കും. കളവും ഗീബത്തും ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ തന്റെ അയൽവാസിയെ കുറിച്ച് ഗീബത്ത് പറയുന്ന, തുതി നടത്തുന്ന, ആക്ഷേപിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. അവരുടെ അവസ്ഥ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയില്ല. വഹിയ മിൻ അഹ്ലിൻ നാർ, എന്ന് മാത്രമല്ല അവള് നരകത്തിന്റെ അവകാശി കൂടിയാണ്. ആര്? പകല് മൊത്തം നോമ്പെടുത്ത, രാത്രി നമസ്കരിച്ച, പള്ളിക്ക് വേണ്ടിയും ആൾക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയും സ്വതക്ക നൽകിയ ഒരു സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, വഹിയ മിൻ അഹ്ലിൻ നാർ, അവള് നരകത്തിന്റെ അവകാശിയാണ്.
സ്വഹാബത്ത് അടുത്ത സ്ത്രീയെ കുറിച്ച് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഒരു സ്ത്രീയുണ്ട്, അവള് തുസല്ലിയൽ മക്തൂബാത്ത്, അവള് സുന്നത്തുകളൊന്നും അധികം നിർവഹിക്കാറില്ല, എന്നാൽ ഫർളായിട്ടുള്ള നമസ്കാരങ്ങൾ മാത്രമേ അവളുടെ ജീവിതത്തിൽ നിർവഹിക്കാറുള്ളൂ. അവള് അധികരിച്ച് സ്വതക്കൊന്നും നൽകാറില്ല, സുന്നത്തായ റമദാനിലെ മാസങ്ങളിലെ നിർബന്ധമായ നോമ്പൊക്കെ എടുക്കാറുള്ളൂ. എന്താണ് ഈ സ്ത്രീയുടെ അവസ്ഥ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവളും സ്വർഗത്തിന്റെ അവകാശിയാണ്. നമ്മുടെ ആ സഹോദരന്, കുടുംബക്കാരന്, അനുജന്, ജ്യേഷ്ഠന്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളെ കുറിച്ച് നാവ് കൊണ്ട് ആക്ഷേപിക്കുന്നവരാണെങ്കിൽ, കുറ്റം പറയുന്നവരാണെങ്കിൽ, നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ട്, നോമ്പെടുക്കുന്നത് നമുക്ക് ഉപകാരം ഉണ്ടാവുകയില്ല സുഹൃത്ത്. നേരെ മറിച്ച് ഇതൊന്നും ചെയ്യാതെ, ഈ കുറ്റങ്ങളൊന്നും പറയാതെ, കേവലം ഫർളായ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പുലർത്തി നമ്മൾ ജീവിച്ച് മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ, വഹിയ മിൻ അഹ്ലിൽ ജന്ന, അവർ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പരിശോധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട റസൂലിന്റെ മഹത്തായ ഒരു ഉപദേശമാണ്, ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മത്, നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അക്ഷരത്തിൽ നല്ലത് പറയുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിലൂടെ വിജയം കരസ്ഥമാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇന്നേ വരെ നമ്മുടെ നാവുകൾ കൊണ്ട് വന്നുപോയിട്ടുള്ള, അറിയും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഈ പള്ളി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ശീതീകരിച്ച റൂമും സൗകര്യങ്ങളും ഒക്കെ ഈ പള്ളികൾ കമ്മിറ്റി നമുക്ക് ഒരുക്കി തരുന്നത് ഈ വെള്ളിയാഴ്ചകളിൽ ഈ പള്ളിയിൽ നടക്കുന്ന കേവലം കളക്ഷനുകൾ കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാതെ ഈ പള്ളിക്ക് നമ്മൾ അകമായി സംഭാവന ചെയ്യേണ്ടതുണ്ട്. ഈ പള്ളി എന്നുള്ളത് നമുക്കൊക്കെ ഒരുമിച്ച് കൂടുവാനുള്ള, നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാനുള്ള ഒരു കേന്ദ്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്ക എന്നുള്ളത് അത് ജാരിയായ സ്വതക്ക എന്നതാണ്. ആ പള്ളിയിൽ നിരന്തരം ആളുകൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു പങ്ക്, അതിന്റെ ഒരു പ്രതിഫലം നമ്മുടെ കോട്ടയിലേക്കും നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ എവിടെയായിരുന്നാലും ഓരോ സുജൂദിന്റെ കൂലിയും നമ്മുടെ വക്കറ്റിലേക്ക് അങ്ങനെ ഊർന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേവലം നമ്മൾ സമ്പാദിച്ചതിൽ നിന്ന് എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് കൊടുത്തതിന്റെ പേരിൽ നാളെ സ്വർഗത്തിൽ നമുക്ക് ഉപകരിക്കുമെങ്കിൽ അത് ഇത്ര മഹത്തരമായ ഒരു പുണ്യമാണ്. അത് നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അതിനുവേണ്ടി സഹകരിച്ചവർക്കും ഇതുവരെ ഈ പള്ളി നിർമ്മിക്കുകയും അതിനുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ പണ്ഡിതൻ എം മുഹമ്മദ് മദനി, കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ദഅവാ മേഖലയിൽ അദ്ദേഹം നടത്തിയ സംഭാവനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും നാളത്തെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ രോഗം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കടം കൊണ്ട് വലയുന്ന ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലും പുറത്തും നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അവരുടെ കടങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും കൊടുത്തു വിട്ടുവാനുള്ള കൈവല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും മഹത്തായ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
اللهم اغفر المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار وأجر والدينا من النار. اللهم